പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവകൃപയാൽ നാം ഇന്നായിരിക്കുന്നത് വിശുദ്ധ നോമ്പിലെ 23-ാം ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് ഒരു അത്ഭുതകരമായ സ്ത്രീയെയാണ്, ഒരു കനാന്യ സ്ത്രീ. അവൾ ഒരു യഹൂദയല്ല, അവൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനത്തിൽപ്പെട്ടവളുമല്ല. എന്നാൽ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ഒരു അതിശക്തമായ വിശ്വാസം. ദുഃഖത്തിൽ നിന്നുയർന്ന ഒരു വിശ്വാസമായിരുന്നു അത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആ ദേശത്തു നിന്നും ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ആമേൻ. ഈ അമ്മയുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. മകളുടെ വേദന കണ്ട് അവൾക്ക് സഹിക്കുവാനാകുന്നു. അവൾ യേശു തമ്പുരാനെ സമീപിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളാണ് നമ്മെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നയിക്കുന്നത്. രോഗം, കഷ്ടത, പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, കുടുംബ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കൂടുതൽ നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന വഴികളായാണ് ഇന്നു നാം കാണുന്നത്. മൗനത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസം നാം ഇവിടെ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് അത്ഭുതകരമായ ഒരു സംഭവമാണ്. യേശു മൗനം പാലിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാറില്ലേ? നാം പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു, പിന്നാലെ ചെല്ലുന്നു, പക്ഷേ മറുപടി ഒന്നും ലഭിക്കുന്നില്ല. ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും, ദൈവം കേൾക്കുന്നില്ലേ എന്ന്. എന്നാൽ ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മൗനം എല്ലായ്പ്പോഴും നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനുള്ള പരീക്ഷയാണ്. അങ്ങനെയാണ് ഈ തിരുവചനത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. തടസ്സങ്ങൾ വന്നാലും പിന്മാറാത്തൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, അവളെ പറഞ്ഞയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൾ നിരസിക്കപ്പെടുകയാണ്. അവൾ നിരസിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് അവൾക്ക് അവിടെ ഉണ്ടാകുന്നത്. എങ്കിലും അവൾ പിന്മാറിയില്ല. അവൾ വീണ്ടും, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അവിടെ വലിയ വാക്കുകളില്ല, ദീർഘമായ പ്രസംഗമില്ല, ഒരു വാക്കു മാത്രം, കർത്താവേ, എന്നെ സഹായിക്കണമേ. ഒരു വിനയത്തിന്റെ മഹത്വം അവിടെയുണ്ട്. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നത്. കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്നവൾ പറഞ്ഞു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ സ്ത്രീയുടെ വിനയമാണ്. അവൾ തർക്കിക്കുന്നില്ല, അഭിമാനം കാണിക്കുന്നില്ല. അവൾ വിനയത്തോട് പറയുന്നു, എനിക്ക് ഒരു ചെറിയ കൃപ മതി.
പ്രിയ ദൈവമക്കളെ, ദൈവകൃപ സ്വീകരിക്കുവാൻ വിനയം അനിവാര്യമാണ്. യേശു തമ്പുരാനെ പോലും വിസ്മയിപ്പിച്ച വിശ്വാസം, അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അവിടെ പറയുന്നത്, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു തമ്പുരാൻ അവളോട് പറയുകയാണ്. സുവിശേഷത്തിൽ വളരെ കുറച്ച് ആളുകളെ കുറിച്ചാണ് യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു അന്യജാതി സ്ത്രീയെ കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്. അവളുടെ മകൾ അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു എന്നാണ്. ഈ വിശുദ്ധ നോമ്പ് കാലങ്ങളിൽ നമുക്ക് പഠിക്കുവാനുള്ള 3 വലിയ പാഠങ്ങൾ നമ്മെ ഈ തിരുവചനം പഠിപ്പിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. സ്ഥിരമായ പ്രാർത്ഥന. ദൈവം ഉടനെ മറുപടി തരാത്തപ്പോൾ പോലും പ്രാർത്ഥന നിർത്തരുത്. രണ്ടാമതായി വിനയം. ഈ വിശുദ്ധ നോമ്പ് ഭക്ഷണം ഒഴിവാക്കുന്നത് മാത്രമല്ല, അത് ഹൃദയം വിനയപ്പെടുത്തുന്ന ഒരു കാലമായി തീരണം. മൂന്നാമതായി അചഞ്ചലമായ ഒരു വിശ്വാസം. ദൈവം വൈകിയേക്കാം, പക്ഷേ അവൻ ഒരിക്കലും മറക്കില്ല. ഈ സുവിശേഷത്തിൽ കാണുന്ന സ്ത്രീ ഒരമ്മയാണ്. അത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യാശയാണ്, ഒരു മാതൃകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും പല വേദനകളുണ്ട്. പക്ഷേ ഈ സുവിശേഷം നമ്മോട് പറയുന്നു, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ നോമ്പ് കാലങ്ങളിൽ കനാന്യ സ്ത്രീയുടെ പോലെ വിനയം, സ്ഥിരമായ പ്രാർത്ഥന, അചഞ്ചലമായ വിശ്വാസം, ഇവ നമ്മിൽ വളരട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. നിന്റെ വിശ്വാസം വലിയത്. ആ വാക്കുകൾ കേൾക്കുവാൻ ഈ വിശുദ്ധ നോമ്പ് കാലം നമുക്ക് കാതോർക്കാം. ആ വാക്കുകൾ കേൾക്കുവാൻ ഈ വിശുദ്ധ നോമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.